2035 ഒരിക്കൽ കൂടി ഇസ്രായേലിന് മുമ്പിൽ മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ പരാജയപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം നടക്കുന്നൊരു വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. അതായത് വിശാല ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ സംഭവം അതിനുശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇന്നുള്ളതിൻ്റെ ഒരു 10 ഇരട്ടി വലുപ്പമുള്ള ഇസ്രായേൽ സ്ഥാപിതമാകുവാനായിട്ട് പോവുകയാണ്. ലബനോന്റെ, സിറിയയുടെ, അതുപോലെ തന്നെ ജോർദാൻ്റെയൊക്കെ പ്രദേശങ്ങൾ, ഈജിപ്തിൻ്റെ പ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കി ഗാസ മുനമ്പെല്ലാം പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിശാല ഇസ്രായേൽ സ്ഥാപിതമാകും. ആ പ്രദേശങ്ങളിൽ അധിവസിച്ചിരിക്കുന്ന ജനങ്ങളെ ഇന്തോനേഷ്യയിലേക്ക്, അമേരിക്ക വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ആ പ്രദേശങ്ങളിലേക്കും മറ്റ് ദ്വീപുകളിലേക്കും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് 3-4 ദ്വീപും കൂടി ഇനി മേടിക്കാനായിട്ടിരിക്കുന്നുണ്ട് അമേരിക്ക. അതെല്ലാം കൂടെ മേടിച്ച് അവിടെയെല്ലാം ആളുകൾക്ക് താമസിക്കാവുന്ന വിധത്തിൽ അതൊക്കെ കാട് പിടിച്ചെടുക്കണം. കാടെല്ലാം പിടിച്ചെടുത്ത് ആളുകൾക്ക് ജീവിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് അവരെ പയ്യെ അങ്ങോട്ട് മാറ്റാനായിട്ടാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സംഭവമാണ് 2035 നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഇസ്രായേൽ ഒരു 10 ഇരട്ടി വലിപ്പത്തിൽ വലിയ ഒരു രാജ്യമായിട്ട് മാറുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 2 തരത്തിലുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് താമസിക്കാവുന്നു. ഒന്ന് പ്യൂർ യൂതന്മാരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ യൂത പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ. പല ലോകത്തിൻ്റെ പുറ ഭാഗങ്ങളിൽ ഞങ്ങൾ യൂതന്മാരുടെ പിന്തുണക്കാർ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇവരെ മധ്യപൂർവ്വദേശത്തുനിന്നൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ളവരാണ്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഓരോരോ സ്റ്റേറ്റുകളാക്കി, ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഓരോ സ്റ്റേറ്റുകളാക്കിയിട്ട് വലിയൊരു ഇസ്രായേൽ സ്ഥാപിതമാകും. ആ കാര്യം 2035 നടക്കാൻ പോകുന്നത്.